ഹലോ ഹായ് ഓൾ എല്ലാ ദിവസവും ചെയ്തു വരുന്ന നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമുക്ക് വോളറ്റൈൽ പ്ലസ് കൺസോൾട്ടേഷൻ ആയിരുന്നു മാർക്കറ്റ്. അതായത് കുറേ നേരം കൺസോൾട്ടേഷനിൽ നിന്നു. ഫസ്റ്റ് ഇനീഷ്യൽ ക്യാൻഡിൽ നല്ലൊരു സെൽ ഓഫ് വന്നു. പിന്നെ നമുക്ക് ചെറിയ ചെറിയ ക്യാൻഡിൽസിലൊക്കെയാണ് മൂവ് ആയത്. അത് കഴിഞ്ഞിട്ട് ഇനീഷ്യൽ ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഓൾറെഡി അത് റിപ്പോർട്ടും ചെയ്തായിരുന്നു. മീൻസ് ഫസ്റ്റ് ക്യാൻഡലിന്റെ ഇൻസൈഡിലായിരുന്നു മിക്ക ക്യാൻഡലും വന്നത്. ലാസ്റ്റ് നിഫ്റ്റി അത് ബ്രേക്ക് ചെയ്തു, താഴേക്ക് വന്നു. ബട്ട് സ്റ്റിൽ ബാങ്ക് നിഫ്റ്റി അത് ഹോൾഡ് ചെയ്ത്, മീൻസ് ഇൻസൈഡിലെ ക്യാൻഡിൽ തന്നെയായിരുന്നു നിന്നത്. ഡിമാൻഡ് സോണിന്റെ അടുത്താണ് നിഫ്റ്റി കുറച്ചൊന്ന് സപ്പോർട്ട് എടുത്തിട്ട് നിഫ്റ്റി ക്ലോസ് ആയിരിക്കുന്നത്. സോ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ആൻഡ് നിങ്ങൾ പറയുന്നതെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്ക് ഇന്നത്തെ ഇൻട്രാഡേ അനാലിസിസ് പ്ലസ് നമുക്ക് നാളത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, നമുക്ക് ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നോക്കണം. മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ലെവൽസ് ആൻഡ് സെന്റിമെന്റ്സ് ആണ് മാർക്കിനെ നോക്കുന്നത്. അത് അനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് അതിന്റെ മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ ടെലിഗ്രാം ചാനലിലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ടെലിഗ്രാം ചാനലിൽ ഫോളോ ചെയ്യാനും കൂടി നോക്കുക. സോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇൻട്രാഡേ അനാലിസിസ് നിഫ്റ്റി നോക്കാം. അപ്പോൾ ഇന്ന് നിഫ്റ്റി നിഫ്റ്റി ഇന്ന് ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പൺ ആണ് വന്നത്. പക്ഷേ ഇനീഷ്യൽ ക്യാൻഡലിൽ തന്നെ നല്ലൊരു സെൽ ഓഫ് ഉണ്ടായി. മീൻസ് ഒരു നിഫ്റ്റിക്കാണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് 100 to 200 പോയിന്റ് നിയർ ബൈ എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ക്യാൻഡലിൽ ഒരു ഡേ ഹൈ ബ്രേക്ക് ചെയ്യാൻ ഇവിടെ നോക്കിയെങ്കിലും പിന്നെയും അതിലേക്ക് തന്നെ വന്നു. പിന്നെ ആ കംപ്ലീറ്റ് ആ ഡേ ഹൈയുടെ അവിടെയാണ് മാക്സിമം ട്രേഡ് ചെയ്തത്. ഈ ക്യാൻഡലിന്റെ ഇൻസൈഡ് ആയിട്ട് തന്നെയാണെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് വൺസ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു താഴേക്ക് വന്നിട്ട് ഡിമാൻഡ് സോണിലാണ് ശരിക്കും അത് ഹോൾഡ് ചെയ്തത്. ഡിമാൻഡ് സോണിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് ഇവിടെ ഒരു ക്ലോസിംഗ് തന്നു. സോ അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഓൾമോസ്റ്റ് ഒരു പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇന്ന് നിഫ്റ്റി അതായിരുന്നു കംപ്ലീറ്റ് സൈഡ് വേസ്. ഇത് ഡേ ഹൈയിൽ ഒരു ഫേക്ക് ഔട്ട് തന്നിട്ട് പിന്നെ ആ കംപ്ലീറ്റ് സൈഡ് വേസ് മൂവ് ആയിരുന്നു നിഫ്റ്റിക്ക് തന്നത്. ഞാൻ സപ്ലൈ സോണിലേക്ക് പോയില്ല, ബട്ട് ഡിമാൻഡ് സോൺ നമ്മൾ ഇനീഷ്യൽ ലെവലിൽ പറഞ്ഞ 22,000 റെസിസ്റ്റൻസ് നിഫ്റ്റി ഹോൾഡും ചെയ്തു. മീൻസ് അതിലേക്കും വന്നില്ല, സൈഡ് വേസ് മാർക്കറ്റ് ആയിരുന്നു. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കംപ്ലീറ്റ്ലി സൈഡ് വേസ് ആയിരുന്നു. നിഫ്റ്റിനേക്കാളും നല്ല രീതിയിൽ സൈഡ് വേസ് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിക്ക് ഇവിടെ നല്ലൊരു ഫോളോ ഇനീഷ്യൽ തന്നെ ഉണ്ടായി. നമ്മൾ പറഞ്ഞ 46K ഒരു സ്ട്രാഡിലാണ് നമ്മൾ ലാസ്റ്റ് ഡേ സംസാരിച്ചത്. ആ 46 സ്ട്രാഡിലിന്റെ അടുത്ത് ഏകദേശം അതിൽ തന്നെ ബാങ്ക് നിഫ്റ്റി കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് കാണാം. അവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ ഒന്നുമില്ല. ഈവൻ ഡിമാൻഡ് സോണിന്റെ അടുത്തേക്കും കൂടി ബാങ്ക് നിഫ്റ്റി പോയില്ല. കംപ്ലീറ്റ്ലി പക്ക ഇത് മീൻസ് എന്താ പറയാ, ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആയിരുന്നു. ഈ സൈഡ് വേസ് മാർക്കറ്റിലാണ് നമ്മൾ ഒരു സ്ട്രാറ്റജീനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സ്പെഷ്യൽ സ്ട്രാറ്റജി. ഇത് നമ്മൾ എക്സ്പയറി ഡേ ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 4 to നമുക്ക് 3% അപ്പോൾ എന്തായാലും ഷുവർ ആയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനത്തെ മാർക്കറ്റിൽ നമുക്ക് സ്ട്രാറ്റജി ഇട്ടാൽ ജസ്റ്റ് 1%ന്റെ ഒരു ലോസിൽ 3% പ്ലസ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്ട്രാറ്റജീനെ പറ്റി ഇങ്ങനത്തെ മാർക്കറ്റിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ്. സോ അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മീൻസ് കാണാത്തവർ അതും കൂടി ഒന്ന് കാണാം ആൻഡ് അതിനെ പറ്റി പഠിക്കുക എന്ന് ഒന്നും കൂടി പറയാണ്. സോ അപ്പൊ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ നമുക്ക് ഇൻട്രാഡേ അനാലിസിസിൽ പറയാനുള്ളത്. ഇനി നമുക്ക് നാളത്തെ ലെവൽസ് കാര്യങ്ങളൊക്കെ നോക്കണം. ഓക്കെ, നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നിഫ്റ്റിയുടെ ഇൻട്രാഡേ അനാലിസിസ് പ്ലസ് നമുക്കിനി നാളത്തേക്കുള്ള ലെവൽസ് ആണ്. നമുക്ക് അതിന് OA ചാർട്ട് നോക്കാം. വീക്ക്ലി OAയിൽ നിഫ്റ്റിയുടെ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വീക്കായിട്ട് പുട്ടാണ് നിൽക്കുന്നത്. മീൻസ് പുട്ട് ബിൽഡിംഗ് നല്ല രീതിയിൽ എവിടെയും കാണുന്നില്ല. 21,900 സ്റ്റിൽ പുട്ട് ബിൽഡിംഗ് ഉണ്ട്, ബട്ട് അവിടെ നമുക്ക് കുറച്ചും കൂടി സപ്പോർട്ട് കുറഞ്ഞു വരുന്നു. ആൻഡ് 21,800 ഒരു സ്ട്രാഡൽ ഫോർമേഷൻ ഉണ്ട്. മാക്സിമം വേണമെങ്കിൽ അത് 21,700 നാളത്തെ ഓപ്പണിംഗ് അനുസരിച്ച് വരാം. ഇവിടെ എല്ലായിടത്തും സ്ട്രാഡൽ ഫോർമേഷൻ ഉണ്ട് വിത്ത് നമുക്ക് ലോ സപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ 21,500 തന്നെ നമുക്ക് ഇനീഷ്യൽ സപ്പോർട്ട് നോക്കാം. ബട്ട് ശരിക്കും ആ സപ്പോർട്ടിന്റെ ആ സ്ട്രെങ്ത് കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് കോളിലാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി നല്ല രീതിയിലുള്ള കോൾ ബിൽഡിങ്ങും
അവിടെ മിസ്സിംഗ് ആണ്. ബിക്കോസ് 21,800 കോൾ ബിൽഡിംഗ് കാണാൻ വളരെ ചുരുക്കമാണ്. സോ ഒരു കൺഫ്യൂഷൻ മാർക്കറ്റ് തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. വോളറ്റാലിറ്റി ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ബിക്കോസ് എവിടെയും നല്ല രീതിയിലുള്ള കാൻഡിൽ ഫോർമേഷൻ ഒന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് അപ് സൈഡ് ആൻഡ് ഡൗൺ സൈഡ് മൂവ്മെന്റ് എന്തായാലും ഉണ്ടാവും എന്നുള്ള ചാൻസസ് കൂടുതലാണ്. സ്റ്റിൽ മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുമ്പോൾ നമുക്ക് കാണാം അറ്റ് ദ മണിയിൽ കോൾ ആൻഡ് പുട്ട് ബിൽഡിംഗ് ഇല്ലാത്തതിന്റെ കുറവാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നോക്കുമ്പോൾ നമുക്ക് 21,800 സ്റ്റാഡിൽ നമുക്കൊന്ന് മാറ്റേണ്ടി വരും. 21,800 ഓക്കെ, 21,800 സ്റ്റാഡിൽ തന്നെ ഇരിക്കട്ടെ. ബട്ട് അവിടെ നമുക്ക് ലെസ് ആയിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ലൈറ്റ് സ്റ്റാഡിലാക്കാം. അവിടെ സ്ട്രോങ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വന്നിട്ടില്ല. അപ്പൊ അത് അവിടെ ലൈറ്റ് ആക്കാം. 22 മാക്സിമം കോള് നിൽക്കുന്നത്. അപ്പൊ റെസിസ്റ്റൻസ് 22 തന്നെ നിൽക്കട്ടെ. ദെൻ 21,900 കുറച്ചും കൂടി ഒരു 21,900 നമുക്ക് കുറച്ചും കൂടി റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് 21,900 മാറിയിട്ടുണ്ട്. അപ്പോൾ 21,900 നമുക്ക് ഒരു ലൈറ്റ് റെഡ് ആയിട്ട് 21,900. ദെൻ പിന്നെ നമുക്ക് പറയാവുന്നത് 21,700, ബട്ട് ഇപ്പൊ കറന്റ്ലി ഒന്നും വന്നിട്ടില്ല. ആൻഡ് 21,500 സപ്പോർട്ടാണ് നിൽക്കുന്നത്. 21,500 ഒരു ലൈറ്റ് സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കുകയാണ്. സോ അപ്പോൾ ഇതാണ് മാർക്കറ്റിന്റെ ഓവറോൾ. നമുക്ക് 21,800 ഇപ്പോൾ ഒരു സ്റ്റാഡിൽ ഫോർമേഷൻ, ബട്ട് അത് വലുതൊന്നും അല്ല, ചെറിയ രീതിയിലുള്ള സ്റ്റാഡിലാണ്. നാളെ നമുക്ക് ഓപ്പണിംഗ് നോക്കിയിട്ട് എവിടെയാണ് നമുക്ക് മാക്സിമം കോൾ ആൻഡ് പുട്ട് ബിൽഡ് ചെയ്തേക്കണത് നോക്കിയിട്ട് മാത്രം ചെയ്യാം. ദെൻ പിന്നെ നമുക്ക് പറയാവുന്നത് 21,900 ആണ്. 900 എന്ന് പറയുമ്പോൾ എന്താ പറയുക, കുറച്ചും കൂടി ഒരു റെസിസ്റ്റൻസ്, ബട്ട് അവിടെയും നമുക്ക് പുട്ട് ബിൽഡിംഗ് കാണാം. അപ്പോൾ അങ്ങനെയും അവിടെ ഒരു സ്റ്റാഡിൽ ഫോർമേഷൻ കാണാം. അവിടെ വലിയ രീതിയിൽ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് തൽക്കാലം നമുക്ക് കാണാൻ കഴിയില്ല. ദെൻ 2200 ആണ് നമുക്ക് മാക്സിമം റെസിസ്റ്റൻസ് ആൻഡ് 21,500 ആണ് നമ്മുടെ മാക്സിമം സപ്പോർട്ട്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്കും 45,800 സ്റ്റാഡിൽ ആൻഡ് 46 സ്റ്റിൽ സ്റ്റാഡിൽ ഫോർമേഷൻ ഉണ്ട്. അവിടെ പുട്ട് അൺവൈൻഡിങ് നടന്നതായിട്ട് കാണാം. 46 പുട്ട് അൺവൈൻഡിങ് നടന്നിട്ടുണ്ട്. സോ അപ്പോൾ ബട്ട് ഇനിയും നമുക്ക് അൺവൈൻഡിങ് തന്നെയാണെങ്കിൽ കുറച്ചും കൂടി ഡൗൺ സൈഡിലേക്ക് മൂവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആൻഡ് 45,500 സപ്പോർട്ട് ശരിക്കും കുറഞ്ഞിട്ടുണ്ട്. 45,800 സ്റ്റാഡിൽ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, 45,800 സ്റ്റാഡിലായിട്ട് ഫോം ചെയ്യാം. 45,800 ഇത് സ്റ്റാഡിലാണ്, ബട്ട് ലൈറ്റ് ആയതുകൊണ്ട് നമ്മൾ അത്ര ഹെവി സ്റ്റാഡിലായിട്ട് പറയുന്നില്ല, കുറച്ച് ലൈറ്റ് ആക്കാണ്. അവിടെ ലൈറ്റ് ആണ്, മീൻസ് നല്ല രീതിയിലുള്ളതല്ല. ദെൻ ഇനി നമുക്ക് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് 46 റെസിസ്റ്റൻസ് ആണ് ബിൽഡ് ചെയ്യണം, ബട്ട് അവിടെ നമുക്ക് ലൈറ്റ് ആയിട്ട് പുട്ടും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ 46 നമുക്കൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് നിൽക്കാം. 46 ഓക്കെ. ഇതിവിടെ നമുക്കൊരു ലൈറ്റ് കുറച്ചും കൂടി സ്ട്രോങ് ആണ്. നമുക്ക് കോളാണ് അധികമായിട്ടുള്ളത്. സോ കുറച്ച് ഹെവിയിൽ കോൾ തന്നെ നിൽക്കുകയാണ്. ദെൻ ഇനി നമുക്ക് ഒരെണ്ണം കൂടി വെക്കാം, കുറച്ച് താഴെ, മീൻസ് അതിൻ്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ വെക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ചെറിയ രീതിയിലുള്ളൊരു ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, ബിക്കോസ് അവിടെ നമുക്ക് ചെറിയൊരു സപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് ഇവിടെ നമുക്ക് സ്റ്റാഡിൽ ആവില്ലേ എന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഓൾറെഡി റെസിസ്റ്റൻസ് ഉണ്ട്, അതിന് ഒപ്പം തന്നെ പുട്ട് ബിൽഡിങ്ങും ഉണ്ട്. ഇനി 45,500 കുറച്ച് ഒരു സപ്പോർട്ട് കുറഞ്ഞിട്ടുണ്ട്. അവിടെ കോൾ ബിൽഡിങ്ങും വന്നതായിട്ട് കാണാം. ബട്ട് ഇനീഷ്യലി നമുക്ക് ഇതിന്റെ അത്രയും കാണാത്തതുകൊണ്ട് നമുക്ക് കോളിന്റെ അവിടെ വെക്കുന്നില്ല. എനിവേ സപ്പോർട്ടായിട്ട് തന്നെ അത് ഇരിക്കുകയാണ്. ആൻഡ് 46,500 ഇത് നോക്കാം. 46,500 സ്റ്റിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് കീപ്പ് ചെയ്യും. സോ അപ്പോൾ മാക്സിമം റെസിസ്റ്റൻസ് ആണ് കൂടുതൽ, സപ്പോർട്ട് കുറവാണ്. സോ മാത്രമല്ല 0.7 ആണ് അത് PCR ഇൻഡിക്കേറ്റ് ചെയ്യണത് 0.7. സോ അവിടെ നമുക്ക് ബിയറിഷ്നെസ് ആണ് ഫീൽ ചെയ്യണത്. ആൻഡ് നിഫ്റ്റിയുടെ PCR നോക്കിയില്ല. നിഫ്റ്റിയുടെ PCR ഇന്നത്തെ വെച്ച് നോക്കുമ്പോൾ 0.9. അപ്പോൾ നിഫ്റ്റി കുറച്ചും കൂടി ബുള്ളിഷ് ചെയ്യുന്ന താഴേക്ക് വരെയാണ്. ബാങ്ക് നിഫ്റ്റി ഒരു ബിയറിഷ് സെന്റിമെന്റിലാണ് നിൽക്കുന്നത്. PCR 0.9 ആയിട്ടുള്ളൂ നിഫ്റ്റിക്ക്. സോ അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ OI അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ ഇനി നമ്മൾ FIDA ഡാറ്റ നോക്കുമ്പോൾ ഇന്നലെ നമുക്ക് FIS കുറച്ച് ബുള്ളിഷ് ആയിരുന്നു, മീൻസ് മീഡിയം ബുള്ളിഷ് ആയിരുന്നു ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ.
ബട്ട് ഇൻഡെക്സ് പ്രോ ആണെങ്കിൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസിലും മീഡിയം ബിയറിഷ് ആയിരുന്നു, ഈക്വൽ ഓപ്പോസിറ്റ് ആയിരുന്നു. ഇന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടി ബിയറിഷ് സെന്റിമെന്റിലേക്ക് FIs മാറിയിട്ടുണ്ട്. ഓൺലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ സ്ട്രോങ് ബുള്ളിഷും മീൻസ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് വേണമെങ്കിൽ അധികം സെല്ലിങ് വരാത്ത രീതിയിലായിരിക്കാം മേ ബി. ആൻഡ് ഇൻഡെക്സ് ഓപ്ഷൻസിലാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള സെല്ലിംഗ് ആണ് അവിടെ കാണാൻ കഴിയുന്നത്. നിഫ്റ്റിക്ക് സ്ട്രോങ് ബുള്ളിഷ് ആൻഡ് ബാങ്ക് നിഫ്റ്റി മൈൽഡ്, മിഡ് ക്യാപ്പ് നിഫ്റ്റി ആണ് കുറച്ചും കൂടി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ഹെവി ആയിട്ട് ഇത് കാണുന്നത്. ബിക്കോസ് നിഫ്റ്റി ആണ് ഇന്ന് കുറച്ചും ഇന്ന് ലാസ്റ്റ് ആയപ്പോൾ ശരിക്കും നിഫ്റ്റിയാണ് വീണേക്കുന്നത്. സോ നമുക്ക് നാളെ നോക്കാം. FIs ഇപ്പോൾ നമുക്ക് സ്ട്രോങ് ബുള്ളിഷ് ആവുന്ന ദിവസം മീൻസ് നെക്സ്റ്റ് ഡേ വരാൻ നേരത്ത് നല്ല രീതിയിലുള്ള ബിയറിഷ് സെന്റിമെന്റും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി ആൻഡ് ഫിൻ നിഫ്റ്റി, അപ്പോൾ ഇതിലെല്ലാത്തിലും മൈൽഡ് ബുള്ളിഷും ആൻഡ് സ്ട്രോങ് ബുള്ളിഷ് നിഫ്റ്റിയിൽ കാണിക്കുന്നുണ്ട്. FIസിന്റെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ആൻഡ് ഇൻഡെക്സ് ഓപ്ഷൻസിൽ രണ്ടും മീൻസ് കോളില് മീഡിയം ബിയറിഷ് ആൻഡ് പുട്ടില് കുറച്ചും കൂടി FIs കുറച്ചും കൂടി ഒരു സ്ലൈറ്റ്ലി ഒരു പോസിറ്റീവ് ബയാസ് ആണ് കാണിക്കുന്നത്. ബട്ട് നമുക്ക് പ്രോ കാണാം. പ്രോ നല്ല രീതിയിലുള്ള ബിയറിഷ് സെന്റിമെന്റ് ആണ് എല്ലായിടത്തും കാണിക്കുന്നത്. ആൻഡ് ക്ലയന്റ് ആണെങ്കിൽ മൈൽഡ് ബിയറിഷ് ആൻഡ് സ്ട്രോങ് ബുള്ളിഷ് ആണ്. സോ അവിടെ നമുക്കൊരു ചെറിയ രീതിയിലുള്ള ഒരു ബിയറിഷ് സെന്റിമെന്റ് ആണ് ഓവറോൾ പിക്ചർ നമുക്ക് കിട്ടുന്നത്. ഇൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ബിയറിഷ് സെന്റിമെന്റ് തന്നെയാണ്. കാരണം 29,000 FI പുട്ട് ചേഞ്ച് വന്നിട്ടുണ്ട്. ബട്ട് അതിൽ കൂടുതൽ കോൾ ചേഞ്ച് വരുന്നിട്ടുണ്ട്. കോൾ ചേഞ്ച് 1.13 ലാക്ക് കോൾ ചേഞ്ച് വന്നിട്ടുണ്ട്. സോ അത് കുറച്ചും കൂടി ഹ്യൂജ് ആണ് കോൾ ചേഞ്ചിൽ വന്നേക്കുന്നത്. സോ അപ്പോൾ നമുക്ക് അവിടെ കുറച്ചൊരു ബിയറിഷ് സെന്റിമെന്റ് ആയിട്ട് വരുന്നു. ബട്ട് ഇവിടെ നമ്മൾ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് നോക്കുമ്പോൾ കുറച്ചൊരു ബിൽഡിങ് വരുന്നുണ്ട്, 12,000 ഒരു ബിൽഡിങ്. ബിക്കോസ് ഈ വലിയൊരു ഫാളിന് ശേഷം പിന്നെ നമുക്ക് കണ്ടിന്യൂസ്ലി ഫ്യൂച്ചേഴ്സ് ബിൽഡ് ചെയ്താ വരുന്നത്. സോ മാർക്കറ്റ് അത് ഹോൾഡ് ചെയ്ത് തന്നെ നിൽക്കുന്നു. ബിക്കോസ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലെ FIs ഓൾറെഡി ബൈ സൈഡ് മീൻസ് പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് OI ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ OI ഇൻഡെക്സിൽ സ്റ്റിൽ കോൾ ചേഞ്ച് വരുന്നത് 1.85 ലാക്കും ആൻഡ് പുട്ട് ചേഞ്ച് വരുന്നത് 10,000 ആണ്. സോ അവിടെ നമുക്കൊരു ബിയറിഷ്നെസ് ആയിട്ടാണ് രണ്ടുപേരും ഈക്വലി. പുട്ട് ചേഞ്ച് 10,000 ആൻഡ് കോൾ ചേഞ്ച് ബിക്കോസ് കോൾ അൺവൈൻഡിങ് ഒരുപാട് നടക്കുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാ കുറച്ചും കൂടി പോസിറ്റീവ് ആവും. മേ ബി -1.85 എന്ന് പറയുമ്പോൾ കോൾ ചേഞ്ച് വരുമ്പോൾ കുറച്ചൊരു പോസിറ്റീവ് ആണ് അവിടെ കാണുന്നത്. ബിക്കോസ് കോൾ അൺവൈൻഡിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ബുള്ളിഷ് ആയിട്ടാണ് അവിടെ കാണാൻ കഴിയുക. എനിവേ നോക്കാം നമുക്ക്. സ്റ്റിൽ പുട്ട് ചേഞ്ച് ആണെങ്കിൽ അവിടെ വളരെ കുറവുള്ളൂ. ആൻഡ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ സെയിം ദേ ആർ സെല്ലിംഗ് ആണ്. മീൻസ് 61,000 ഓൾമോസ്റ്റ് 62,000 OI ഫ്യൂച്ചേഴ്സിൽ കുറച്ച് സെല്ലിംഗ് വരുന്നുണ്ട്. ആൻഡ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലാണെങ്കിൽ സെയിം കുറച്ചൊരു ബിൽഡിംഗ് ആണ് വരുന്നത്. സോ മീൻസ് എന്താ ശരിക്കും ഓപ്പോസിറ്റ് ഡാറ്റയാണ് നമുക്ക് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇൻഡെക്സ് ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സിൽ നമ്മൾ നോക്കുമ്പോൾ ദെൻ FIDA ഡാറ്റ ഒക്കെ FIsന്റെ ഒരു ബൈ സൈഡ് കാണാം, 519 crore ആയിട്ട് ബൈ സൈഡ് കാണാം. DIs -1,189 crore സെൽ സൈഡ് ആയിട്ട് കാണാം. സോ സ്റ്റിൽ നമുക്കൊരു ഡയറക്റ്റ് ഒരു മീൻസ് കംപ്ലീറ്റ്ലി ഒരു ഡയറക്ഷൻ മിസ്സിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒക്കെ കാര്യത്തിൽ. ബിക്കോസ് ബുള്ളിഷും ഉണ്ട് ആൻഡ് അതുപോലെ തന്നെ ബിയറിഷ് സെന്റിമെന്റും നിൽക്കുന്നുണ്ട്. സോ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ മീൻസ് മാർക്കറ്റിന്റെ ലെവൽസ് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുക. ആൻഡ് ഹയർ ലെവലിൽ വരുമ്പോൾ സെല്ലിംഗ് ഉണ്ടാകുന്ന കാരണങ്ങൾ കൂടുതലുണ്ട്. ആൻഡ് താഴേക്ക് വരുമ്പോൾ ബൈയിങ്ങിന് വേണ്ടി, ബിക്കോസ് ഇവിടെയൊക്കെ സ്റ്റിൽ നമുക്ക് പുട്ട് ഹോൾഡിങ് വരുന്നത് കൊണ്ട് ഇനി അവിടെ അൺവൈൻഡിങ് വന്നെയാണെങ്കിൽ നമുക്ക് നാളെ നല്ല രീതിയിലുള്ള സെൽ ഓഫ് താഴേക്ക് വരും. സോ അപ്പോൾ എല്ലാവരും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആൻഡ് സ്ട്രാഡിലൊക്കെ ഫോർമേഷൻ എവിടെയാണ് നോക്കുക, ആൻഡ് എവിടെയാണ് ഏറ്റവും കൂടുതൽ സെല്ല് മീൻസ് കോൾ സെല്ലിലേക്ക് വരുന്നത് എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ഒരു പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യുക. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറിയും കൂടിയാണ്. സോ നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ സ്ട്രാറ്റജിയൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള മീൻസ് ഒരു സ്ട്രാഡിലോ ഒക്കെ ഫോം ചെയ്താൽ ഈസി ആയിട്ട് നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ നല്ല ഒരു മീൻസ് നല്ല റിസ്ക് റിവാർഡ് കിട്ടിയാൽ നമ്മളത് ടെലിഗ്രാമിൽ ഷെയർ ചെയ്യും. സോ അപ്പോൾ എല്ലാവരും ടെലിഗ്രാം ചാനലും കൂടി ഫോളോ ചെയ്യുക. ആൻഡ് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ട്രേഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.